ലവ് ബേഡ്സിൻ്റെ മുട്ട പൊരിച്ച് തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് നമ്മുടെ വാസോണനാണ്. പുള്ളി തമാശയ്ക്കാണ് ഇത് ചോദിച്ചതെങ്കിലും ഞാനും ആലോചിച്ചു, എനിക്കെന്താ ദാസ ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത് എന്ന്. കാരണം 100 കണക്കിന് മുട്ടകൾ നമ്മുടെ കൈകളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോയതാണല്ലോ. അപ്പോഴാണ് എൻ്റെ ഉള്ളിലിരുന്ന് ഒരാൾ എന്നോട് ഒരു കാര്യം ചോദിച്ചത്. ഡാ, നിനക്കിങ്ങനെ ചിന്തിക്കാൻ പോലും തോന്നിയത് എങ്ങനെയാണ്? ആദ്യമായിട്ട് ഒരു ജോഡി കിളികളെ വാങ്ങിയിട്ട് അത് മുട്ടയിട്ടോ എന്ന് ഇടയ്ക്കിടെ നീ പോയി നോക്കിയിരുന്നത് അത് പൊരിച്ച് തിന്നാൻ വേണ്ടിയിട്ടായിരുന്നോ? മുട്ടകൾ നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ പിന്നെ അത് വിരിയില്ല എന്ന് ആരോ പറഞ്ഞത് കേട്ടിട്ട് സ്പൂണ് കൊണ്ട് മുട്ടയെടുത്ത് ക്യാൻഡ്ലിങ് ചെയ്ത് നോക്കിയത് അതിനകത്ത് കുഞ്ഞില്ലെങ്കിൽ പൊരിച്ച് തിന്നാൻ വേണ്ടിയിട്ടായിരുന്നോ? പാതി വിണ്ട മുട്ടയുടെ ഉള്ളിൽ പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞ് ചത്തിരിക്കുന്നത് കണ്ടിട്ട് കണ്ണ് നിറഞ്ഞത് അത് പൊരിച്ച് തിന്നാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ടായിരുന്നോ? കുറേ നാൾ അടയിരുന്നിട്ടും വിരിയാത്ത മുട്ടകൾ കളയാൻ മടിച്ചത് അത് ചീമുട്ടയായിരിക്കും എന്ന് അറിയാത്തത് കൊണ്ടാണോ? അല്ല, അതിനകത്തൊരു കുഞ്ഞു ജീവനുണ്ടെങ്കിലോ എന്ന പ്രതീക്ഷ കൊണ്ടാണ്. ആ കുഞ്ഞ് മുട്ടയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വരുമ്പോഴുള്ള കരച്ചിൽ കേൾക്കുവാൻ വേണ്ടിയിട്ടാണ്. നനുനനുത്ത തൂവൽ മുളയ്ക്കാൻ തുടങ്ങുമ്പോഴേ അതിൻ്റെ കളർ എന്തായിരിക്കും, ഏത് മ്യൂട്ടേഷൻ ആയിരിക്കും എന്നോർത്ത് ഉറക്കം വരാത്ത രാത്രികളിൽ ഇരുട്ടിലേക്ക് കണ്ണും നട്ടിരുന്ന് ചിന്തിച്ചിരുന്നപ്പോൾ നിനക്ക് തോന്നിയിരുന്നോ ആ മുട്ട പൊരിച്ച് തിന്നിരുന്നെങ്കിലെന്ന്? എനിക്കതിനാവില്ല സുഹൃത്തെ. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം ഞാൻ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് തീർച്ചയായും ഇവരുടെ മുട്ട ഭക്ഷ്യയോഗ്യമാണ്, എന്നാൽ അവ കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ്. എഐക്ക് പോലും മനുഷ്യത്വമുള്ള ഇക്കാലത്തും മനുഷ്യത്വമില്ലാത്ത മനുഷ്യരുണ്ടെങ്കിൽ എന്തു പറയാൻ? ഞാൻ വാസോണിനെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, എൻ്റെ ഫീലിങ്സ് അണപൊട്ടി ഒഴുകിയതാണ്. ഇനി നിങ്ങളുടെ ഊഴമാണ് ഗൈസ്. ഫീലിങ്സ് ഇങ്ങ് പോരട്ടെ കമൻറ്റുകളായിട്ട്.